welcome back to my channel Nachu Designz. ഞാൻ അസ്ന നസ്രീൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പുതിയ സ്റ്റിച്ച് ആണ് ചെയ്യുന്നത്. ഫിഷ് ബോൺ സ്റ്റിച്ച് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റിച്ച് നമ്മൾ മെയിൻലി ചെയ്യുന്നത് ലീഫ് ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ച് ആണ് ഈ ഫിഷ് ബോൺ സ്റ്റിച്ച്. ഞാൻ ഇവിടെ ഒരു ഗ്രീൻ ത്രെഡ് ആണ് എടുത്തത്. അതിലിങ്ങനെ വൺ സൈഡ് മാത്രമാണ് ഞാൻ ലോക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യണ പോലെ തന്നെ ഒരു സൈഡ് ഞാൻ ഇങ്ങനെ ലീവ് ചെയ്തിട്ടേക്കാണ്. നമുക്ക് നമ്മുടെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ സ്റ്റിച്ച് നമ്മുടെ ലീവ്സൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ഒരു ലീഫിൻ്റെ ഡിസൈൻ വരച്ചിട്ട് സെൻറ്ററിലൊരു ലൈൻ ഇട്ട് കൊടുത്തേക്കാണ്, അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ. എന്നിട്ട് ടോപ്പ് പോയിന്റിൽ നിന്ന് ഞാൻ എൻ്റെ ത്രെഡ് മുകളിലേക്ക് എടുത്തു. അപ്പോൾ നമ്മൾ ലൈനിൻ്റെ സെൻറ്റർ പോർഷൻ നോക്കിയിട്ട് നമുക്ക് നമ്മളുടെ നീഡിൽ താഴത്തേക്ക് കൊണ്ടുപോകാം. നമ്മളിപ്പോൾ കുത്തിയതിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ആയാലും നമുക്ക് മുകളിലേക്ക് എന്നിട്ട് എടുക്കാം. നമ്മൾ ഹാഫിൻ്റെ പോർഷൻ നമ്മൾ താഴത്തേക്ക് കൊണ്ടുപോയാൽ സെയിം പോർഷനിലേക്ക് തന്നെ നമുക്ക് വീണ്ടും താഴത്തേക്ക് കൊണ്ടുപോകാം. ഇനി നമുക്ക് നമ്മളുടെ ലെഫ്റ്റ് സൈഡിൽ കുത്താം. നമ്മൾ റൈറ്റ് ലെഫ്റ്റ് തന്നെ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മളുടെ നീഡിൽ കുത്തുന്നത്. നമ്മൾ എന്നിട്ടിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മളുടെ നീഡിൽ മുകളിലേക്ക് എടുത്തു. നമ്മൾ സെൻറ്റർ പോർഷനിലേക്ക് നമ്മുടെ സെൻറ്റർ ലൈനിൻ്റെ സെൻറ്ററായിട്ട് നമ്മൾ ആദ്യം തന്നെ താഴത്തേക്ക് കൊണ്ടുപോയി ആ പോർഷനിലേക്ക് തന്നെ വീണ്ടും താഴത്തേക്ക് കൊണ്ടുപോകാം. നമ്മൾ റൈറ്റ് ചെയ്തു, ലെഫ്റ്റ് ചെയ്തു. ഇനി ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. റൈറ്റ് ചെയ്യാം, നമുക്ക് നമ്മളെ എളുപ്പത്തിന് നമുക്കിങ്ങനെ കുത്തി എടുക്കണ്ട. നമുക്ക് ഫ്രണ്ടിലേക്ക് ഞാൻ ഇപ്പോൾ ചെയ്യണ പോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് നമ്മളെ നീഡിൽ കയറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളാണ്. ഇപ്പോൾ നമ്മളെ ടൈം വേസ്റ്റ് ആവില്ല. നമുക്ക് ചെയ്ത എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ വേഗം ചെയ്യാവുന്നതാണ്. നമ്മൾ താഴത്തേക്ക് കുത്തി മുകളിലെടുത്ത് അപ്പോൾ നമുക്ക് അത്രയും ടൈം വേസ്റ്റ് ആവില്ല. നമുക്ക് വേഗം സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ലീഫ് മൊത്തം ഈ സെയിം പ്രോസസ്സ് തന്നെ യൂസ് ചെയ്യാം. റൈറ്റ് ലെഫ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ സ്റ്റിച്ച് സിമ്പിളാണ്, പ്രത്യേകിച്ച് ഡിഫിക്കൽട്ടി ഒന്നുമില്ല ഈ സ്റ്റിച്ച് ചെയ്യാൻ. പിന്നെ നമ്മൾ ആകെ ചെയ്യണ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സൈഡ് ചേഞ്ച് ചെയ്യണമെന്നുള്ളൂ. ആദ്യം റൈറ്റിൽ കുത്തുക, ലെഫ്റ്റിൽ കുത്തുക, അങ്ങനെ ചേഞ്ച് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ സൈഡ് ചേഞ്ച് ചെയ്യുന്ന പറയുന്നത് റൈറ്റിൽ നിന്ന് സെൻറ്റർ പോർഷനിലേക്ക് കുത്താം, പിന്നെ അവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്ന് സെൻറ്ററിലേക്ക് കുത്താം. അങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇനി കണ്ടിന്യൂ ചെയ്യാം. പിന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സും എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ ലാസ്റ്റ് എന്നിട്ട് ലൈക്ക് ചെയ്യാൻ വിചാരിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ എൻ്റെ വീഡിയോ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയും വേണം. അപ്പോഴാണ് ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിനും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരുള്ളൂ. പിന്നെ എൻ്റെ ചാനലിൽ ഇതുപോലത്തെ കുറേ വെറൈറ്റി സ്റ്റിച്ചസ് ഉണ്ട്. അതൊക്കെ ചെന്ന് വിസിറ്റ് ചെയ്ത് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് പറയും വേണം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ഇവിടെ ചെയ്ത് കംപ്ലീറ്റ് ആവാറായി. അപ്പോൾ നിങ്ങൾക്ക് സെൻറ്റർ പോർഷനിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. സെൻറ്ററിൽ ഇങ്ങനെ ഒരു
ലൈൻ പോലെ സെൻറ്റർ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത പോലെ നിങ്ങൾക്ക് ലീവ്സിലൊക്കെ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ സെൻറ്ററിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഓരോ സ്റ്റിച്ചസ് ആയിട്ട് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യും വേണം. അപ്പോൾ ഞാൻ ഓരോ വെറൈറ്റി വീഡിയോസിനും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരുന്നതാവും. പിന്നെ അതുപോലത്തെ ഓരോ വെറൈറ്റി സ്റ്റിച്ചസ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണാത്തവർ എൻ്റെ ചാനലിൽ ചെന്നിട്ട് ആ സ്റ്റിച്ചസൊക്കെ കണ്ട് ട്രൈ ചെയ്യാം. പിന്നെ വല്ല ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുപോലൊരു അടിപൊളി വീഡിയോയുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ബൈ ഫ്രണ്ട്സ്.